നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. പ്രചരണ ബോർഡ് നശിപ്പിച്ചു. കല്ലൂർക്കാട് പരാതിയുമായി സ്വതന്ത്ര സ്ഥാനാർത്ഥി. രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി സിനി മനോജാണ് പരാതി നൽകിയത്. ചുമരിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് നശിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം മുന്നേറുന്നു. ഷെൽമി ജോൺസിന്റെ പഞ്ചായത്ത് തല വാഹന പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ആരക്കുഴിയിൽ നടന്ന പര്യടനം KPCC അംഗം VP റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആവോലി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷീന മാത്യുവിന്റെ പൊതുപര്യടനം ആരംഭിച്ചു. ആവോലി, മാറാടി, പാലക്കുട, ആരക്കുട പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി. അടൂപ്പറമ്പിൽ നിന്ന് തുടങ്ങിയ പര്യടനം കേരള കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമടിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി വികസിത വാളകം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂൾ പാചക തൊഴിലാളിക്ക് ആദരവ്. കോതമംഗലം ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സ്കൂളിലെ രാജി AJയാണ് ആദരിച്ചത്. വാർത്തകൾ വിശദമായി. കല്ലൂർക്കാട് പഞ്ചായത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. രണ്ടാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സിനി മനോജിന്റെ പ്രചരണ ബോർഡാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കല്ലൂർക്കാട് പഞ്ചായത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. രണ്ടാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സിനി മനോജ് ഇടപ്പഴത്തിന്റെ പ്രചരണ ബോർഡാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. സ്വന്തം സ്ഥലത്തെ കെട്ടിട ചുമരിൽ സ്ഥാപിച്ചിരുന്ന ബോർഡാണ് ചൊവ്വാഴ്ച രാത്രി സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രചരണ രംഗത്തുള്ള തനിക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രതികരണം മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്ഥാനാർത്ഥി സിനി മനോജ് പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ തന്നെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിരുന്ന അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രചരണങ്ങൾ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വിജയ സാധ്യത ഉള്ളതിനാൽ ആണെന്ന് തോന്നുന്നു ആരോ അത് കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിക്കുകയുണ്ടായി. അതിന് ഇതുപോലെ ഒരു അനുഭവം ഒരു സ്ഥാനാർത്ഥിക്കും ഇനിയും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കല്ലൂർക്കാട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി സിനി മനോജ്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആവോലി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഷെൽമി ജോൺസിന്റെ പഞ്ചായത്ത് തല വാഹന പര്യടനം അവസാന ഘട്ടത്തിലേക്ക്. ആരക്കുഴിയിൽ നടന്ന പര്യടനം KPCC അംഗം VP റഷീദ് ഉദ്ഘാടനം ചെയ്തു. പോൾ ലൂയിസ് അധ്യക്ഷത വഹിച്ചു. പാലക്കുഴയിൽ നിന്ന് ആരംഭിച്ച് മാറാടി, ആയവന പഞ്ചായത്തുകളിലെ 12 വാർഡുകളിലും മഞ്ഞളൂർ, ആരക്കുട പഞ്ചായത്തുകളിലും പര്യടനം പൂർത്തിയാക്കി. കല്ലൂർക്കാട് പഞ്ചായത്തിലെ യാത്രയോടെ വാഹന പര്യടനം സമാപിക്കും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ജില്ലാ പഞ്ചായത്ത് ആവോലി ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷീന മാത്യുവിന്റെ പൊതുപര്യടനം ആരംഭിച്ചു. കാർഷിക മേഖലയായ ആവോലി, മാറാടി, പാലക്കുഴ, ആരക്കുട പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കി. ആവോലി പഞ്ചായത്തിലെ അടൂപ്പറമ്പിൽ നിന്ന് ആരംഭിച്ച പര്യടനം കേരള കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമടിക്കൽ ഉദ്ഘാടനം ചെയ്തു. KE മജീദ് അധ്യക്ഷത വഹിച്ചു. പര്യടനം ചൊവ്വാഴ്ച വൈകിട്ട് പുളിക്കായത്ത് കടവിൽ സമാപിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത വാളകം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത വാളകം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു. മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഭരണത്തിൽ മാത്രമല്ല ഭരണശൈലിയിലും മാറ്റം കൊണ്ടുവരാൻ BJPക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP ഈ ഇലക്ഷൻ കാണുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രം കൊണ്ടുവരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വികസിത വാളകം എന്ന് പറയുമ്പോൾ നല്ലൊരു പുതിയ ഭരണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം കൊണ്ടുവരാനാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഒറ്റ ഒരു മുന്നണി ഈ നാട്ടിലുണ്ടെങ്കിൽ, ഈ പഞ്ചായത്തിലുണ്ടെങ്കിൽ, പഞ്ചായത്തിനെ നന്നാക്കാൻ, പഞ്ചായത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് BJP.
ഇത് കോൺഫിഡൻസ് ആയിട്ട് ഒരു ആത്മവിശ്വാസമായിട്ട് പറയാം. ഇത് കാൻഡിഡേറ്റ് തമ്മിൽ മത്സരം മാത്രമല്ല, ഇത് രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ മത്സരമാണ്, വികസിത കാഴ്ചപ്പാടിന്റെ മത്സരമാണ്. ഇതിന് കൃത്യമായി പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസം നേടി ഒരു അവസരം നമ്മൾ കിട്ടിയാൽ LDF കിട്ടിയിട്ട് UDF കിട്ടിയിട്ട് BJP അവസരം തരണം എന്ന് അഭ്യർത്ഥിച്ച് ജനങ്ങൾ വീട്ടിൽ കയറി ആ വോട്ട് നൽകണം. തുടർന്ന് നടന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു. വാളകം പഞ്ചായത്ത് വികസന രേഖ അവതരണവും ചടങ്ങിൽ നടത്തപ്പെട്ടു. വാളകം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് VK അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വാളകം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK റിജി, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PP സജീവ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ET നടരാജൻ, അഡ്വക്കേറ്റ് സൂരജ് ജോൺ, എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ NDA സ്ഥാനാർത്ഥി അരുൺ P മോഹൻ, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, സംസ്ഥാന സമിതി കൌൺസിൽ അംഗം VN വിജയൻ, മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് CV ജോണി, വൈസ് പ്രസിഡന്റ് PU ഗോപാലകൃഷ്ണൻ, OBC ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ, ദിലീപ് S കല്ലാർ എന്നിവർ പ്രസംഗിച്ചു. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂളിൽ പാചക തൊഴിലാളിക്ക് ആദരവ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് കോതമംഗലം ഉപജില്ലയിലെ പാചക തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച പാചക മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കാരക്കുന്നം ഫാത്തിമ മാത LP സ്കൂളിലെ രാജി AG ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് വള്ളംകുന്നിൽ, ഹെഡ്മാസ്റ്റർ വിൻസെന്റ് ജോസഫ്, അധ്യാപികമാരായ വിനീത P, റെമ്മി മാണിച്ചൻ, ജെയ്മി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ചിരിയുടെ മാലപ്പടക്കമായി ചാക്യാർകൂത്ത്. ദീപപ്രഭയിൽ കുളിക്കാൻ ശ്രീ പള്ളിക്കാവ് ത്രിദേവി ക്ഷേത്രം ഒരുങ്ങി. പേടിക്കാപ്പള്ളി ശ്രീ പള്ളിക്കാവ് ത്രിദേവി ക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ആദ്യ ദിനം നടന്ന കലാപരിപാടികളിൽ ചാക്യാർകൂത്ത് കുലപതി ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ അവതരിപ്പിച്ച കൂത്ത് സദസ്സിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തി. ദേവലോകത്താ ഞാൻ വന്നത്. ഹാസ്യവും വിമർശനവും ഒത്തിണക്കിയ അദ്ദേഹത്തിന്റെ അവതരണം ഭക്തജനങ്ങൾക്ക് വേറിട്ട അനുഭവമായി. അതെ, ഇതിന്റെ ബന്ധപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ 2 അക്കളത് എടുത്ത് വെക്കണേ. അവിടെ ചിലപ്പോ പട്ടിണിയാ വരുന്നേ. എന്തെങ്കിലും ഭക്ഷണം എന്ന് വിചാരിച്ച് അങ്ങനെ നോക്കിയപ്പോ ആ മരത്തിൽ എനിക്ക് ഭക്ഷണം എടുത്തേക്കാൻ പോണതാണ്. ഇത് നോക്കിയപ്പോ വലിയൊരില. ഇതിപ്പോ എവിടെ നിന്നുണ്ടായിരുന്നു ഇങ്ങനെ നോക്കിയപ്പോ ഓരോന്നോരോന്നോട് വളർത്തുക. എന്തൊക്കെയാ? വയ്യപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി. അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലായി നടക്കുന്ന ഉത്സവത്തിന് ക്ഷേത്രം തന്ത്രി മനയത്താറ്റ് അനിൽ ദിവാകരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നു. ഉത്സവത്തിന്റെ 1ാം ദിവസമായ അശ്വതി നാളിൽ മൂവാറ്റുപുഴ സുദേവ് നയിച്ച പഞ്ചാരി മേളം, ദീപാരാധന, വെടിക്കെട്ട് എന്നിവ നടന്നു. തുടർന്ന് തൃക്കളത്തൂർ നടന കൈരളി സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിച്ച ക്ലാസിക് ഡാൻസും വയലാർ ഗാനസന്ധ്യയും അരങ്ങേറി. നൃത്തം അവതരിപ്പിച്ച കലാകാരികൾക്കും രാമായണ പ്രശ്നോത്തരി വിജയികൾക്കുമുള്ള സമ്മാനദാനം ശബരിമല മുൻ മേൽശാന്തി AR രാമൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. ഉത്സവത്തിന്റെ സമാപന ദിവസമായ കാർത്തിക നാളിലാണ് ക്ഷേത്രത്തിലെ സുപ്രധാനമായ ദീപകാഴ്ച നടക്കുന്നത്. ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ക്ഷേത്രച്ചിറയും ദീപാലങ്കാരങ്ങളാൽ പ്രകാശപൂരിതമാകുന്ന ദർശന പ്രാധാന്യമുള്ള ചടങ്ങാണിതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയുന്നതോടെ ക്ഷേത്ര പരിസരം സ്വർണ്ണപ്രഭയിൽ മുങ്ങും. ഉത്സവ ക്രമീകരണങ്ങൾക്ക് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് PS ഹരിദാസ്, സെക്രട്ടറി KS സന്തോഷ്, ജനറൽ കൺവീനർ TV ദാസ് എന്നിവർ നേതൃത്വം നൽകുന്നു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴയിൽ മത്സരം കടുക്കുന്നു.
ത്രിതല പഞ്ചായത്തുകളിൽ UDF-ന് മേൽക്കൈയുള്ള മൂവാറ്റുപുഴ മേഖലയിൽ LDF കരുത്തുകാട്ടാൻ ലക്ഷ്യമിട്ട് നിലയുറപ്പിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വീടും വാശിയുമേറി. സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരം വോട്ടാക്കി മാറ്റാമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നതെങ്കിൽ സർക്കാരിന്റെ വികസന നേട്ടങ്ങളെ ജനങ്ങൾ മറക്കില്ലെന്ന് LDF-ഉം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഇക്കുറി തങ്ങൾക്ക് വലിയ മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് NDA-യും കണക്കുകൂട്ടുന്നു. മൂവാറ്റുപുഴ നഗരസഭയിൽ തീപാർന്ന മത്സരമാണ്. മൂവാറ്റുപുഴ അർച്ചനയിൽ പരേതനായ KR നടരാജന്റെ ഭാര്യ R മീനാക്ഷി 85 നിര്യാതയായി. സംസ്കാരം നടത്തി പരേത മൂവാറ്റുപുഴ SNDP ഹൈസ്കൂൾ മുൻ പ്രധാന അധ്യാപികയായിരുന്നു. മക്കൾ അഡ്വക്കേറ്റ് AN സിനോജ്, സ്വപ്ന, മരുമക്കൾ ധന്യ, PK ശ്രീകുമാർ. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.